ഭ്രാന്ത് എന്ന് പറയുന്ന സംഗതിയോട് എനിക്കൊരു യോജിപ്പുള്ളതെന്ന് വെച്ചാൽ ഭ്രാന്ത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാവുന്നതാണ്. അവരുടെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മാനസിക നില തകരാറിലായി പോകുന്ന ആളുകളുണ്ടാകാം. അതൊരു സ്വാഭാവികമായ കാര്യമാണ്. ശരിക്കും ട്രംപിനെ ഭ്രാന്തരോട് ഉപമിച്ച് ഭ്രാന്തുള്ളവർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളെ അപമാനിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, അതിൽ അല്ല, അവരെ നമ്മൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ എന്നാണ് എന്ന് പറയുന്നത്. അതല്ല, ഇത് കൂടിയാനോ. ശരി. അപ്പോൾ ഇതിൽ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇദ്ദേഹം അങ്ങനെ ഒരു എന്താ പറയുക, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വെല്ലുവിളി നേരിടാൻ പാകത്തിൽ എന്തെങ്കിലും പ്രശ്നം അനുഭവിക്കുന്ന ഒരാളല്ല. ഇദ്ദേഹം ഒരു കച്ചവടക്കാരനാണ്, അല്ലേ? ഒരു പക്കാ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് ഉണ്ടാകുന്ന ബിസിനസ് എന്താണ്? ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഒരു 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 സംഗതി നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള സംഗതികൾ, ഈ മാറിയുള്ള പ്രസ്താവനകൾ മുഴുവൻ വരുന്നത് ട്രൂത്ത് സോഷ്യലിലാണ്, അല്ലേ? അതുണ്ടാക്കുന്ന ഒരു വേറൊരു തരം സംഗതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെ ഒരു സാധനം ആർക്കും വേണ്ട, ആരും നമ്മളാരും കാണുകയോ കേൾക്കുകയോ ഒന്നും വേണ്ട. പക്ഷേ ഇത് ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ്സ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇതിങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബിസിനസ് നടക്കും നന്നായിട്ട്, അത് വിടാം നമുക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപ് ഈ പറഞ്ഞ രീതിയിൽ അതുവഴി ഈ വിഷയത്തിൽ ജിമ്മി പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ കറക്റ്റാണ്. കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് അമേരിക്കയിൽ തന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ തന്നെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ തന്നെ അവസാനിച്ച് നമുക്കൊരു വിക്ടറി സ്പീച്ച് അങ്ങ് നടത്തണം എന്ന അഭിപ്രായമുള്ളവരാണ് റിപ്പബ്ലിക്കൻസ്. കാരണം അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് അനൗൺസ് ചെയ്യാനുള്ള ഇതിലും ഉപരിയായിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ സാധ്യതയില്ല. റെഷീം ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആണെന്ന് വ്യക്തമായി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം, മികച്ച അവസരം എന്ന് പറയുന്നുണ്ട്. ഇതിന് വഴിയൊരുക്കാവുന്ന ഒരു ഇൻഫോർമൽ ട്രാക്കാണ് നമ്മൾ ഈ നെഗോസിയേഷൻസ് എന്ന് പറയാവുന്ന നിലയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അത് നെഗോസിയേഷൻസ് അല്ല, ചർച്ചയല്ല, അനുരഞ്ജന ചർച്ചയല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. അതിന് അവരുടെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ അത് നടത്തിയിരുന്നത് യുദ്ധത്തിന് മുമ്പായിരുന്നല്ലോ. ഇവരുടെ വിദേശകാര്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള ചർച്ചകൾ നടത്തിയതാണല്ലോ. അതിനെയാണ് അവർ നെഗോസിയേഷൻസ് വിളിക്കുന്നത്. അല്ലാതെ ഇപ്പം നടക്കുന്ന ഈ ബാക്ക്ഡോർ ഇടപാടുകളെ അവർ കാണുന്നത് അത്രേ ഉള്ളൂ. അത് നടക്കുന്നുണ്ട്, അത് പാകിസ്ഥാൻ്റെ മുൻകൈയിലാണ് നടക്കുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഒരു മധ്യസ്ഥരെന്നും മീഡിയേറ്റർ എന്ന് വിളിക്കാൻ കഴിയില്ല അവരെ, പകരം ഒരു മെസ്സഞ്ചർ എന്ന് വിളിക്കാം എന്നാണ് പൊതുവിൽ പറയുന്നത്. കാരണം സന്ദേശം ഇവരുടെ US-ൻ്റെ സന്ദേശം 10-15 ഇനങ്ങൾ അടങ്ങിയ അവരുടെ ഉപാധി സാധനം ആ ലെറ്റർ കൊടുത്തത് പാകിസ്ഥാനാണ് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ അവരുടെ എന്താ പറയുക, അവരുടെ ഒരു മീഡിയേറ്റർ എന്ന നിലയിൽ അവർക്കൊരു പൊസിഷനൊന്നും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമാണുള്ളത്. അതിൽ പാകിസ്ഥാൻ കാണുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് പോലുമില്ല. ഗവൺമെൻറ് ഇപ്പോൾ അവിടുന്ന് പ്രധാനമന്ത്രി അവിടെ വിദേശകാര്യമന്ത്രിയായി സംസാരിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി, അല്ല പ്രസിഡൻറ്റുമായിട്ട് തന്നെ ചെഷസ്കിയാനുമായിട്ട് സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന ആ ഇടപാട് എന്ന് പറയുന്നത് ട്രംപും ഈ അസിം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയുമായിട്ടാണ്. അതാണ് യഥാർത്ഥ ഇടപാട്. ഈ അസീം മുനീറും ട്രംപും തമ്മിലുള്ള ഇടപാടുകൾ നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട്, അല്ലേ? അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചുകൊണ്ട് വരിക, സ്വീകരിക്കുക, ഇടപാട് ചെയ്യുക എന്ന് പറയുന്ന പരിപാടി. അത് ഭംഗിയായിട്ട് അത് മുനീർ ആസ്വദിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെഗോസിയേഷൻസ് എന്ന് വളരെ നന്നായി നടന്നു പോകുന്നുണ്ടെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ആര് വഴിയാണ്? ഈ മുനീർ വഴിയാണ്. അത് ഒരു കാരണവശാലും ഇറാൻ അംഗീകരിക്കാൻ പോകുന്ന ഒരു സംഗതിയല്ല എന്ന് നമുക്കറിയാം. അപ്പോൾ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള മെസ്സേജസ് ഈ യുദ്ധാന്തരീക്ഷത്തിൽ നിലനിർത്തുക എന്ന് പറയുന്നതിന് പലവിധ ലക്ഷ്യങ്ങളാണ് ട്രംപ് കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് അമേരിക്കൻ ജനതയെ പോലും ഒരർത്ഥത്തിൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നതും ലോകത്തെ ആകെ എന്താ പറയുക, നമ്മളെപ്പോലെ ഇങ്ങനെ ചിന്തിച്ചാൽ ഒരു എത്തും പിടിയും കിട്ടാത്ത തരത്തിലുള്ള ഒരു സാധനത്തിലേക്ക് കൊണ്ടുപോകുന്നതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം ഇറാനെ നോക്കൂ. ഇപ്പോൾ സാജു ചോദിച്ചല്ലോ, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ പോലെ കരയുദ്ധം തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള വിധം അവരെത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് അവർക്കുണ്ട്. ആ പ്ലാനിങ്ങിൽ വരുന്നത് കേവലം സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ മാത്രം ഇടപെടലല്ല. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ ചില മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ആധുനിക രാഷ്ട്രങ്ങളെക്കുറിച്ച്, ഭരണകൂടങ്ങളെക്കുറിച്ച്
അന്റോണിയോ ഗ്രാംഷി പ്രിസൺ നോട്ട് ബുക്സിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു സംഗതി, നിങ്ങൾ മുമ്പിൽ കാണുന്ന ആയുധങ്ങൾ മാത്രമല്ല ഭരണകൂടത്തിനുണ്ടാവുക. ഈ മുമ്പിൽ കാണുന്ന സൈന്യം അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന നമുക്ക് റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ആയുധങ്ങൾ കൂടാതെ ഒരു സമ്മതി എന്ന് പറയുന്ന ഒരു സംഗതി എപ്പോഴും ഒരു ആധുനിക ഭരണകൂടം ഉണ്ടാക്കിയത്, സിവിൽ സൊസൈറ്റിയിലെ സമ്മതി എന്ന് പറയുന്നത്. ഈ സമ്മതി നമ്മൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അത് ഇറാനിൽ അത് സംഭവിച്ചിരിക്കുന്നത് കേവലം ഒരു ജനങ്ങളുടെ അഭിപ്രായം അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു സമ്മതിയല്ല. ഒരു വശത്ത് കുറച്ച് പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അവിടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഒരു ഇൻ്റർലൊക്യൂട്ടറി ആയിട്ടുള്ള ഒരു സമ്മതിയാണ്. അതായത് ഭരണകൂടവും മതവും പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിലുള്ള ഒരു ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു സമ്മതി അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണ ജനങ്ങളും അവിടുത്തെ പിന്നെ എന്താ പറയുക ബ്യൂറോക്രസിയുമായിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന ഒരു മൊസൈക്കാണ് ശരിക്കും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അത് പരസ്പരം യോജിച്ച് നിൽക്കുന്ന വളരെ ഹാർഡൻഡ് ആയിട്ടുള്ള ഒരു സംഗതി ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൂടിയാണ് അമേരിക്കയുടെ വലിയ വെല്ലുവിളി എന്ന് പറയേണ്ടി വരും. കേവലം സൈന്യം മാത്രമല്ല, അതിനെ തകർക്കുക, അതിൻ്റെ ഒരു കെട്ടുറപ്പ് ഇല്ലാതാക്കുക എന്നൊന്നും പറയുന്നത് അമേരിക്കയ്ക്ക് സാധാരണ നില ഒരു കൺവെൻഷണൽ വാറിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സാധ്യതയേ അല്ല എന്ന് നമ്മൾ കാണേണ്ടി വരും. അത് മാത്രമല്ല, അമേരിക്ക എത്രയോ കാലമായി യുദ്ധം ചെയ്യുന്നത് മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളോടാണ്. ഈ രാജ്യങ്ങളിൽ മുഴുവൻ മതം ഏത് തരത്തിലുള്ള റോളാണ് വഹിക്കുന്നതെന്ന് ഒരു കാരണവശാലും അമേരിക്കയെ കൂട്ട് മനസ്സിലായിട്ടുമില്ല. അവരെല്ലാ കാലത്തും ഈ പറയുന്ന തരത്തിലുള്ള ചില ലക്ഷ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിലിടപെടുക, തോറ്റു പിൻവാങ്ങുക എന്ന നിലയിൽ, അല്ലെങ്കിൽ ആ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് പോയിട്ടുള്ളത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മറ്റൊരു ഗുണപാഠം നൽകിയേ അവസാനിക്കൂ എന്ന് തന്നെയാണ് കരുതേണ്ടത്.